ഇടക്കൊച്ചി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി CL ശശീന്ദ്രൻ അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തിയാണ് ഇടക്കൊച്ചി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ലീഡർ കെ കരുണാകരന്റെ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. അനുസ്മരണ സമ്മേളനത്തിൽ കൗൺസിലർ അഭിലാഷ് തോപ്പിൽ അധ്യക്ഷനായി. രാഷ്ട്രീയ ജീവിതത്തിൽ കോൺഗ്രസിന് തന്നെ വലിയ ഒരു തീരാ നഷ്ടമാണ്. കാരണം ഏത് പ്രതിസന്ധികൾക്കിടയിൽ നിന്നും അനായാസം ആ ഒരു കാരണത്തിന് അല്ലെങ്കിൽ ഒരു ദുർഘട സമയത്തിന് സന്ദർഭത്തിന് കൃത്യമായി നിർദ്ദേശം നൽകും, അല്ലെങ്കിൽ അത് ആ ഒരു പ്രശ്നം സങ്കീർണ പ്രശ്നം മാറ്റിമറിക്കുവാനായിട്ട് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് ഉള്ള ഒരു ആർജവം ഉണ്ടായിരുന്ന ഒരു നേതാവാണ് ശ്രീ കെ. ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി CL ശശീന്ദ്രൻ അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയുടെ ഭരണസാരഥ്യം ഏറ്റെടുത്ത ശ്രീ PV നരസിംഹറാവു അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്ന സാഹചര്യത്തിൽ ഇന്ത്യ ഭരിക്കുവാനുള്ള കാര്യമായ ഭൂരിപക്ഷം ഇല്ലാതിരുന്ന ആ സമയത്ത് അന്നത്തെ ആ ഗവൺമെന്റിന് ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ശ്രീ PV നരസിംഹറാവുവിന്റെ നേതൃത്വമുള്ള കോൺഗ്രസ് ഗവൺമെന്റിന് 5 കാലം തികച്ചും ഭരിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുവാൻ പങ്കുവഹിച്ചത് ശ്രീ കെ കരുണാകരൻ ആണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കൗൺസിലർ ജീജ ടെൻസൺ, MK നരേന്ദ്രൻ, ബാങ്ക് പ്രസിഡന്റ് ജോൺ റിബല്ലോ, KJ റോബർട്ട്, PD സുരേഷ്, KS അമ്മിണിക്കുട്ടൻ, പോൾ വർക്കി, സലി കരീത്തറ, രാജി രാജൻ, NO ജെയിംസ്, മഞ്ജുള നടരാജൻ, പെക്സൻ ജോർജ് എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം ഏറെ വൈകാരികമായ ഒരടുപ്പമുള്ള, ഏറെ ഇഷ്ടപ്പെടുന്ന, കേരളത്തിലെ രാഷ്ട്രീയ കക്ഷിഭേദമന്യേ പ്രിയപ്പെട്ട നേതാവായിരുന്നു ശ്രീ കെ കരുണാകരൻ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഹക്കോ ലേക്ക് വ്യൂ, കല്ലഞ്ചേരി, കുമ്പളങ്ങി വിപുലമായ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. റെസ്റ്റോറന്റ് പ്രവർത്തന സമയം 4 PM to 10 PM. 400ഓളം പേർക്ക് ഇരിക്കുവാൻ സൗകര്യപ്രദമായ ഹാൾ, കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഒരുക്കിയിരിക്കുന്നു.